ട്രൂപ്പിലേക്ക് വരാനായിട്ട് എൻ്റെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നടത്തുന്നത് തിരുവനന്തപുരം സാരഥി എന്ന് പറയുന്ന ട്രൂപ്പാണ്. അതിലേക്ക് വരാനായിട്ട് നോബി ഒരിക്കൽ ഒരു ദിവസമാണ് പെട്ടിയൊക്കെ തൂക്കി വീട്ടിൽ വന്നു. ഞാൻ നോബി എന്തൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എൻ.എൽ. ബാലകൃഷ്ണൻ അവതരിപ്പിക്കും. അപ്പോൾ അന്ന് എൻ.എൽ. ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു കുറവാണ്. ഞാൻ പറഞ്ഞു പറ കേൾക്കട്ടെ. അപ്പം പറഞ്ഞല്ല കേൾക്കുന്ന, ഞാൻ രൂപത്തോടു കൂടി ഫിഗറിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാണട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടി തുറന്ന് താടിയും തലമുടിയൊക്കെ എടുത്ത് വെച്ച് നല്ല അസലായിട്ട് എൻ.എൽ. ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതിനകത്ത് ഇപ്പോൾ മോഹൻലാൽ ആണ് കുറവ്, മോഹൻലാലിനെ അവതരിപ്പിക്കും. മോഹൻലാലിനെ അവതരിപ്പിക്കാം. ഞാൻ ഇതിനു മുമ്പ് നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോഴേ തന്നെ ആ രൂപത്തിൽ തന്നെ തലമുടിയും താടിയൊക്കെ എടുത്തു മാറ്റിയിട്ട് മോഹൻലാലിനെ അവതരിപ്പിച്ചു. അപ്പം ഇവൻ്റെ അർപ്പണബോധം എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. നോബി ആ ട്രൂപ്പിലെ നെടുന്തൂണായിട്ട് മാറി. പിന്നെ നെടുന്തൂണായിട്ട് മാറി. അതിനുശേഷം ഒരു 2-3 വർഷത്തോളം എൻ്റെ ട്രൂപ്പിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റായിട്ട് നോബി കളിച്ചു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കോമഡി ഷോ കടന്നുകൊണ്ടിരുന്നതിന് ശേഷം ഒരു ദിവസം ഒരു ഫോൺ വന്നു പോലെ. ഞാൻ എടുത്തപ്പോൾ നോബിയാണ്. ഞാൻ ചോദിച്ചു എന്തിനാ പോയി എന്ന് ചോദിച്ചു. പറഞ്ഞു ചേട്ടാ ഞാനൊരു ക്യാമറയുടെ മുന്നിലേക്ക് പോവുകയാണ്, അതാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം ഈ ക്യാമറയുടെ മുന്നിലല്ലായിരുന്നു. അതല്ല, ഇത് പ്രത്യേകമായ ഒരു ക്യാമറയായിരുന്നു. ഞാൻ ചോദിച്ചാൽ എവിടെയാണ്? അപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഞാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. ആ നിമിഷമൊക്കെ ഞാൻ ഒരുപാട് നല്ല മുഹൂർത്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു മുഹൂർത്തമായിട്ട് ഇപ്പോഴും ഓർമ്മിക്കുന്നു. അപ്പോൾ അന്ന് അവതരിപ്പിച്ച എൻ.എൽ. ബാലകൃഷ്ണൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോബി എനിക്ക് വേണ്ടി ആ എൻ.എൽ. ബാലകൃഷ്ണനെ ഒന്നുകൂടി അവതരിപ്പിക്കാൻ ഇത് മണിക്കുട്ടണ്ണൻ ഇപ്പോൾ മണിക്കുട്ടണ്ണൻ സുരാജണ്ണൊക്കെ ആയിരുന്നു ഒരുമിച്ച് മിമിക്രി. അപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവരുടെ പരിപാടികളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ ട്രൂപ്പിലൊന്നും ആരും നമുക്ക് അവസരം തരില്ല. അങ്ങനെ ഒരുപാട് ട്രൂപ്പിൽ ഇങ്ങനെയൊക്കെ പോകും, ഒരു ചാൻസിന് വേണ്ടി പോകുമ്പോൾ. അങ്ങനെയാണ് മണിക്കുട്ടണ്ണൻ്റെ ട്രൂപ്പിൽ. അപ്പോൾ മണിക്കുട്ടണ്ണൻ വെഞ്ഞാറമൂട് കാരനാണെങ്കിൽ പോലും എൻ്റെ വേറൊരു സാബു എന്ന് പറയും. സാബു മണിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവൻ കുഴപ്പമില്ലാത്ത ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ സാബുവിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്നെ പിടിച്ച് ആ ട്രൂപ്പിലിട്ടു. ആ ട്രൂപ്പിലിട്ട് ഷോക്കാർഡ് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ്. ഷോക്കാർഡിൽ പാൻകൊക്കെ ഇട്ട് ഫോട്ടോ, അപ്പോൾ ഞാൻ തലമുടിയൊക്കെ ഒരുപാട് വളർത്തിയിട്ട് ഫോട്ടോ എടുത്തു. അപ്പം ഷോക്കാർഡിൻ്റെ ഏറ്റവും താഴെ എൻ്റെ ഫോട്ടോ വെച്ചു. അപ്പം നമുക്ക് മെയിനൊന്നുമല്ല നമ്മൾ, പക്ഷേ ഏറ്റവും താഴെ ഞങ്ങളുടെ 2-3 ആർട്ടിസ്റ്റുള്ള ഫോട്ടോ താഴെ. അന്ന് നമ്മുടെ ഫിലിം പോലെ. അപ്പോൾ അന്ന് മോഹൻലാൽ എണ്ണുണ്ട്, നമ്മുടെ മരിച്ച മോഹൻലാൽ എണ്ണൊക്കെ അതിൽ പ്രോഗ്രാം ലീഡ് ചെയ്ത് കളിക്കണം. അങ്ങനെ പക്ഷേ ഫോട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പം എനിക്ക് പിന്നെ വിഷമമൊന്നുമില്ല, എന്നാലും ഒരു ദുഃഖം. അങ്ങനെ അല്ല, അതിൽ അങ്ങനെ ഒരു ഫോട്ടോ വന്നപ്പം തന്നെ ഒരു സന്തോഷം തോന്നി. കാര്യം ആദ്യമായിട്ടാണ് ഷോക്കാർഡിൽ ഫോട്ടോ വരുന്നത്. പക്ഷെ താഴെ വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, എവിടെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് വെച്ചാൽ ഇപ്പോൾ ഷോക്കാർഡ് അടിക്കുക കൊടുത്തു. പക്ഷെ അന്ന് ശിവകാശി പോകണം. ഇതെല്ലാം ലേ ഔട്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിലല്ല, ഫോട്ടോ ഒട്ടിച്ച് മറ്റേ അരിപ്പിൽ ഇങ്ങനെ പെയിൻറ്റ് വെച്ച് അങ്ങനെ ഷോക്കാർഡ് ലേ ഔട്ട്. അത് കഴിഞ്ഞിട്ട് ആ വർഷം പക്ഷേ ലീഡ് ചെയ്ത് കളിച്ചത് ഞാനായിരുന്നു കോമഡി. അങ്ങനെ ലീഡ് ചെയ്ത് കളിച്ച് പിറ്റേ വർഷം ആ ഷോക്കാർഡ് മെയിൻ ഫോട്ടോ എൻ്റെ ആയിരുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല. ഒരുപാട് പേരെ താഴേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ അതില് വലിയൊരു പങ്കുണ്ട്. ആ ഒരു കഥാപാത്രത്തെ ഒന്ന് അവതരിപ്പിക്കേണ്ടതാണ് മൂപ്പർക്ക് വേണ്ട. അല്ല, അന്ന് അതിന് താടി, അന്ന് ഒരു ചാലയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 200 കൊടുക്കുമ്പോൾ താടി വിഗ്ഗം കിട്ടും, ഇങ്ങനെ കഷണ്ടി ഇങ്ങനെയുള്ള. അപ്പൊ അത് വെച്ചിട്ട് അന്ന് ഒരു ബാലകൃഷ്ണൻ ചേട്ടന്റെ പഴയ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇച്ചിരി വയറൊക്കെ വെച്ച് കെട്ടി, അന്ന് ഇച്ചിരി വയർ വെച്ച് കെട്ടണം, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അതൊക്കെ ചെയ്ത് ഒരു മ്യൂസിക്കിൽ അതൊന്നും ആ നമ്പറിന്ന് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഗുരു. ആ താടിയൊക്കെ പോയി മണിക്കുട്ടണ്ണല്ലേ. എന്തായാലും ഒന്ന് ട്രൈ നോക്കണം. അതല്ല, അത് ഞാൻ വോയിസ് ചെയ്യില്ലായിരുന്നു പുള്ളിയുടെ. അത് പ്രശ്നമാണ്. വോയിസിലാണ് ഇപ്പം നമുക്ക് ഇവിടെ കളി നടക്കുള്ളൂ. പാട്ടൊക്കെ വെച്ചിട്ട് നടക്കൂല.